കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2, 23 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു സാബത്ത് ദിവസം യേശു വിളഞ്ഞു കിടക്കുന്ന ഒരു വയലിലൂടെ പോവുകയായിരുന്നു. പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി. ഫരിസേയർ അവനോട് പറഞ്ഞു, സാബത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ ചോദിച്ചു, ദാവീദും അനുചരന്മാരും കൈവശം ഒന്നുമില്ലാതെ വിശന്ന് വലഞ്ഞപ്പോൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അബിയാഥാർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല. മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ 2 വായനകൾ നമ്മളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കർത്താവിൻ്റെ കണ്ണുകളിലൂടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ നോക്കിക്കാണാൻ നമ്മൾ പഠിക്കണം. ആദ്യ വായന നമ്മൾ കണ്ടു, മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, ദൈവമാകട്ടെ അവൻ്റെ ആന്തരിക ഭാവത്തിൽ. നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുന്നത്, ഒരാളെ വിധിക്കുന്നത് അവൻ്റെ ബാഹ്യമായ പ്രകടനം കണ്ടിട്ടാണ്. അവൻ രാവിലെ എഴുന്നേൽക്കുന്നു, മുട്ടുമേൽ നിന്ന് കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്ന എല്ലാ ദിവസവും, ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാൻ വലിയ പ്രാർത്ഥനയുള്ളതാണെന്ന് പറയും. സ്വാഭാവികമായി മനുഷ്യൻ വിധിക്കുന്നത് ഒരുവൻ്റെ ബാഹ്യപ്രവൃത്തി കണ്ടുകൊണ്ടാണ്. എന്നാൽ സുബോധമില്ലാതെ മദ്യപിച്ചും ബോധമില്ലാതെ വീട്ടിൽ വരികയും ജീവിത പങ്കാളിയെ തല്ലുകയും ബഹളം വയ്ക്കുകയും മക്കളോടൊക്കെ വലിയ സ്നേഹത്തോടെ അല്ലാതെ സംസാരിക്കുകയും ഒരു അപ്പനെന്നുള്ള ആ ഒരു പേരിന് പോലും കളങ്കം വരുത്തുന്ന രീതിയിൽ ഒരാൾ പെരുമാറുമ്പോൾ നമ്മൾ അവനെ മാറി നിന്ന് അയൽവക്കക്കാരും നാട്ടുകാരൊക്കെ പറയുക, അവൻ്റെ ജീവിതം കണ്ടില്ലേ, എന്തൊരു കുത്തൊഴിഞ്ഞ ജീവിതം, ഇവൻ കാരണം ഇവൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനൊക്കെ എന്തൊരു അസ്വസ്ഥതയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെയാണ്, ഒരുവൻ്റെ ബാഹ്യ സ്വഭാവം കണ്ടിട്ടാണ് ഒരുവനെ നമ്മൾ വിധിക്കുന്നത്. എന്നാൽ ദൈവം അങ്ങനെയല്ല, അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നു എന്നാണ് ആദ്യ വായനയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ജസയുടെ മക്കളെല്ലാം വിളിച്ചിട്ട് അവരിൽ ഒരുവനെ അഭിഷേകം ചെയ്യാൻ പറയും. കാരണം സാവൂളിനെ ദൈവം തിരസ്കരിച്ചു. നമ്മൾ ഇന്നലെ കേട്ട വായനയിൽ നമ്മൾ കണ്ടതാണ്. സാവൂളിനെ ദൈവം തിരസ്കരിച്ചു, കാരണം സാവൂൾ ദൈവത്തെ അനുസരിച്ചില്ല. അതുകൊണ്ട് സാവൂളിനെ ദൈവം തിരസ്കരിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു, എനിക്ക് വേണ്ടി പുതിയൊരു രാജാവിനെ വാഴിക്കാൻ പറഞ്ഞു. അപ്പോൾ സാമുവേലിന് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. കർത്താവ് പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവന് പേടിയായി, സാവൂൾ എന്തെങ്കിലും ചെയ്താലോ, സാവൂൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവന് കൊന്നു കളഞ്ഞാലോ എന്നൊക്കെ ഉള്ള ഒരു ഭയം സാമുവേലിനുണ്ടായിരുന്നു. എന്നാലും ദൈവം പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ നീ ചെയ്യുക, ജസയുടെ മക്കളെ വിളിക്കുക, അതിനകത്ത് ഒരുവനെ ഞാൻ തിരഞ്ഞെടുത്താണ്. ജസയുടെ ഭവനത്തിൽ സാമുവേൽ ചെല്ലുന്നു, ഓരോരുത്തരായിട്ട് നോക്കുന്നു. സാമുവേലിന് നോക്കിയപ്പോൾ ചിലവരൊക്കെ നല്ല ആകാര വടിവും നല്ല ബലവും കരുത്തുള്ള, അപ്പോൾ അവനങ്ങോട്ട് അഭിഷേകം ചെയ്യാൻ ഒരുങ്ങും, ഇവനായിരിക്കും എന്ന് കരുതി. ഇപ്പോൾ കർത്താവ് ഇവനല്ല, ഇവനെ ഞാൻ തിരസ്കരിച്ചതാണ്. എന്നിട്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഒരുവൻ്റെ ഹൃദയഭാവത്തിലും. അങ്ങനെയാണ് അവസാനം ദാവീദ് എന്ന് ആ കൂട്ടത്തിൽ പോലും ജസേൻ ചേർത്ത് വെക്കാത്ത പിഞ്ചുപാലനായ, അല്ലെങ്കിൽ അത്ര കണ്ട് വളർച്ച ഇവരുടെ കൂടെ നിർത്താൻ പറ്റാത്ത ആടിനെ മേയ്ക്കാൻ വിട്ട ദാവീദിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ദാവീദിനെ കർത്താവ് സാമുവേലിലൂടെ അഭിഷേകം ചെയ്യുകയാണ്. സ്വന്തം അപ്പൻ പോലും വിശ്വസിച്ചില്ല ദാവീദ് അവിടുത്തെ രാജാവ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വന്തം അപ്പൻ പോലും തിരസ്കരിച്ചവരെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ പോലും ഒരുപക്ഷെ നമ്മളെ തിരസ്കരിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ളവർ, സ്വന്തം അപ്പൻ, സ്വന്തം അമ്മ, ജീവിത പങ്കാളി, മക്കള്, കൂടപ്പുറപ്പുകൾ, നമ്മളെ ഇന്നലകളിൽ ചേർത്ത് പിടിച്ചവരൊക്കെ നമ്മളെ ഒരിക്കൽ തിരസ്കരിക്കാം. വിലയില്ലാത്തവനെന്ന് പറഞ്ഞ്, ഗുണമില്ലാത്തവനെന്ന് പറഞ്ഞ്, ഒന്നിനും കൊള്ളില്ലാത്തവനെന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്താം. പക്ഷേ ഇവിടെ വചനം പറയാണ്, അപ്പൻ പോലും തിരസ്കരിച്ച
ദാവീദിനെയാണ് ദൈവം ചേർത്ത് പിടിച്ചതും രാജ്യത്തിൻ്റെ രാജാവാക്കി ദൈവം ഉയർത്തിയതും. ഇതാണ് ദൈവത്തിൻ്റെ തീരുമാനം. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മൾ കാണാൻ ചില ജീവിത അനുഭവങ്ങളെ പഠിക്കണം. സുവിശേഷത്തിൽ വരിക്കുമ്പോൾ അവർ കതിരുകൾ പറിച്ചു തിന്നതിനെതിരെ യഹൂദരും നിയമജ്ഞരൊക്കെ വിമർശിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, സാബത്ത് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. എന്നിട്ട് പറഞ്ഞു, ദൈവപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. അപ്പം അവരുടെ കാഴ്ചപ്പാടിൽ നിയമം കർശനമായിട്ട് പാലിക്കണം. അതാണ് അവരുടെ തലയ്ക്കകത്ത് കയറിയിരിക്കുന്ന ചിന്ത. പാവപ്പെട്ടവനോ വേദനിക്കുന്നവനോ രോഗിയായി കിടക്കുന്നവനോ തകർന്നു കിടക്കുന്നവനോ അവനെയൊക്കെ സഹായിക്കാന്നുള്ളത് അതൊക്കെ നിയമം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ കർത്താവ് തന്നെ വചനത്തിൽ പറയുന്നുണ്ട്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ സഹായം അഭ്യർത്ഥിക്കുന്ന ഒരുവനെ നമ്മുടെ മുമ്പിൽ കാണുകയും അവന് സഹായം കൊടുക്കാതെ നമ്മൾ ഒരുപക്ഷെ ആത്മീയ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ അതിനേക്കാളും ഉന്നതമായ കാര്യം ദൈവത്തിൻ്റെ കരുണയാണെന്നറിയണം. സമരിയക്കാരൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നതല്ലേ, ലേവ്യനും പുരോഹിതനൊക്കെ അവർ ബലിയർപ്പിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. കാരണം രക്തം കയ്യിൽ പുരണ്ടു കഴിഞ്ഞാൽ പിന്നെ ബലിയർപ്പിക്കുന്നതിന് മുമ്പ് ശുദ്ധി വരുത്തണം. വീണ്ടും വീട്ടിൽ പോയി കുളിച്ചിട്ട് വരാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് അവരതൊക്കെ തള്ളി കളഞ്ഞിട്ട് ബലിയർപ്പിക്കാൻ പോയി. ലേവ്യനും പുരോഹിതനൊക്കെ പോയി. അവർ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ കണ്ടു, അവർ മാറി നടന്നു. എന്നാൽ സമരിയാക്കാരൻ വന്ന് ആ വഴിയോരത്ത് മുറിവേറ്റ് കിടന്നവനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുകയും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സത്രത്തിൽ ഏൽപ്പിച്ചിട്ട് ഇനിയും കൂടുതൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ എൻ്റെ രണ്ടാം വരവിൽ ഞാൻ തന്നുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്നവനെയാണ് നല്ല സമരിയാക്കാരനെന്ന് ഈശോ വിശേഷിപ്പിച്ചതും നല്ല അയൽക്കാരനെന്ന് ഈശോ പറഞ്ഞതും. അപ്പോൾ നമ്മുടെ മാനുഷികമായ തീരുമാനങ്ങൾക്കും ആലോചനകൾക്കും അപ്പുറമായി ദൈവാലോചന സ്വീകരിക്കാൻ പറ്റും. ദൈവം എങ്ങനെ ഒരു സാഹചര്യത്തെ നോക്കിക്കാണും? ഈശോ ആയിരുന്നെങ്കിൽ അനുഭവത്തെ എങ്ങനെ നോക്കിക്കാണും? ആ സാഹചര്യത്തിൽ ഈശോ എങ്ങനെ എന്ത് നിലപാടുകൾ എടുക്കും എന്നുള്ള നമ്മുടെ നിരന്തരമായ ആലോചനയെ കർത്താവിൻ്റെ സ്നേഹത്തിൽ വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ അനുകമ്പ തോന്നും. വേദനിക്കുന്നവരെ കാണുമ്പോൾ നമുക്കുള്ളിലൊരു വേദന ഉണ്ടാകും. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രാർത്ഥിക്കാനെങ്കിലും പറ്റും. നമുക്ക് മാനുഷികമായിട്ട് ചിലപ്പോൾ ഒരു സഹായം ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആകണമെന്നില്ല. നമ്മുടെ സാഹചര്യം അതിനേക്കാളും മോശമായിരിക്കാം. പക്ഷേ ഉള്ളുകൊണ്ട് ഒരു നേരം അവൻ്റെ സാഹചര്യത്തിനൊരു മാറ്റമുണ്ടാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനെങ്കിലും പറ്റും. എന്ന് പറഞ്ഞാൽ വേദനിക്കുന്നവനോടൊപ്പം വേദനിക്കാനും ഭാരപ്പെടുന്നവനോട് അനുകമ്പ കാണിക്കുവാനുള്ള ദൈവീക സ്വഭാവത്തിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പം അതാണ് ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നവനായ കർത്താവ് നമ്മുടെ ആന്തരിക മനുഷ്യനെ കാണുമ്പോൾ, അവൻ്റെ ആത്മീയ മനുഷ്യനെ കാണുമ്പോൾ ഹൃദയം പരിശോധിക്കുമ്പോൾ ബാഹ്യമായതല്ല ദൈവം പരിശോധിക്കുന്നത്. ഈ പരിശുദ്ധ കുർബാനയെ നമ്മൾ പങ്കുചേരുമ്പോഴും ദൈവം നമ്മുടെ ബാഹ്യമായ രൂപഭംഗിയോ ആകാര ഭംഗിയോ ഒന്നും ദൈവം നോക്കുന്നില്ല. മറിച്ച് നമ്മുടെ ഹൃദയം പരിശോധിക്കുന്നവനാണ് കർത്താവ്. ഹൃദയത്തിൽ എന്തോരം നന്മയുണ്ട്, ഹൃദയത്തിൽ എത്രമാത്രം വിശുദ്ധിയുണ്ട്, എത്രമാത്രം സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം നമുക്കുണ്ട്, ക്ഷമിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം നമുക്കുണ്ട്, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം നമുക്കുണ്ട്, അവരിന് നന്മ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയം നമുക്കുണ്ടോ എന്നാണ് ദൈവം പരിശോധിക്കുന്നത്. അങ്ങനെ ഹൃദയം പരിശോധിക്കുന്ന കർത്താവ് ഈ രാത്രിയിൽ നമ്മെ ഉരച്ചു നോക്കുമ്പോൾ അവിടുത്തെ സ്നേഹത്തിൻ്റെയും അവിടുത്തെ സാന്നിധ്യത്തിൻ്റെയും അവിടുത്തെ നന്മയുടെയും കൃപയുടെയും പാത്രങ്ങളായി നമ്മുടെ ജീവിതം മാറാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിനായി ഈ വിശുദ്ധ കുർബാനയിലൂടെ ദൈവകൃപയ്ക്കായി നമുക്ക് യാചിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.